ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആദിത്യൻ. കുറച്ച് നാളായി വീഡിയോ കിട്ടിയിട്ട്. ഇത് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വാ, എന്നാലേ നിങ്ങൾക്ക് ഈ സീരീസിനെ കുറിച്ച് മനസ്സിലാവൂ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് കിട്ടിയ വീട്. ഞാൻ കുറച്ച് എൻ്റെ കണ്ണ് കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇതാണ് ഫൈനൽ. ഞാൻ മറ്റാറ് മൊത്തം മാറ്റി, മറ്റേ സ്ലാബ് ഇട്ടായിരുന്നു. പിന്നെ ഡോറിൻ്റെ ഇവിടുത്തെ പ്ലാങ്ക് മാറ്റി. ഞാൻ വീട് കാണിച്ചില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ടോപ്പിൽ പോയി കാണിച്ചു തരാം. ഇവിടെ ഞാൻ മൊത്തം ഈ ഫെൻസ് വെച്ചിട്ട് ഇവിടെ കയറുന്നതിൻ്റെ അവിടെ ഫെൻസ് ഗേറ്റ് വെച്ച്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ? ഇതാണ് ഞാൻ ചെയ്ത് വെച്ചൊരു സംഭവം. എന്നുവെച്ചാൽ ഇത് അല്ലാതെ കണ്ടപ്പം വീടൊരു ഏറി നിൽക്കുന്ന ഒരു ഫീൽ വന്നു. അതുകൊണ്ട് ഞാൻ മാറ്റി വുഡാക്കി സ്ട്രിപ്പ് ചെയ്താലേ കൊള്ളാം. ഷീൽഡ് വെച്ച് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റൂലേ? പുതിയൊരു വീട്ടിൽ ഷീൽഡ് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സാധനം സ്ട്രിപ്പ് ചെയ്യണ വുഡാണ് നല്ലൊരു ഭംഗി, അത് പറയാൻ പറ്റും. ഇതാകുമ്പോൾ വീട് ഒരു ഏറി നിൽക്കുന്ന ഫീല് കിട്ടില്ല. നല്ലൊരു സപ്പോർട്ടായിട്ടൊരു റിയൽ ലൈഫുള്ളത് അല്ല, എന്നാലും കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കമൻറ്റിൽ പറയാം. പിന്നെ ഇന്നത്തെ നമ്മളെ ഗോളെന്ന് വെച്ചാൽ എനിക്ക് ആ ഓഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എനിക്കിന്ന് റെക്കോർഡ് ചെയ്യാൻ അധികം ടൈമും ഇല്ല. ഞാൻ ഈ വീടിൻ്റെ കുറച്ച് മെറ്റീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ടൈമൊന്നും കിട്ടിയില്ല. ഓഷൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചില്ലേ, മറ്റേ ഡ്രൗണിൻ്റെ ഒരു സ്ഥലം, അവിടെ വേണം ചെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യും. ആദ്യം ഇവിടെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി നമുക്ക് വീടിൻ്റെ സൈഡും ചെസ്റ്റും കൂടെ ഒന്ന് വയ്ക്കാം. ഇല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ കുറേ ചപ്പും ചവറും ഒക്കെ ഉണ്ട്, അതൊക്കെ വച്ചിട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ നിന്ന് അങ്ങനത്തെ നടക്കണം, അതാണ് എൻ്റെ ഗോള്. സോ നമുക്ക് ആദ്യം ഇത്രയും ജസ്റ്റ് പോരെ. ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഓർഡറാക്കി വെച്ചിട്ട് ഇതിൽ ഞാൻ മോഡൊന്നും ഇട്ടിട്ടില്ല, ഫുൾ വാനില മൈൻക്രാഫ്റ്റാണ്. നിങ്ങൾ കുറേ യൂട്യൂബേഴ്സിനെ കണ്ടായിരിക്കും അവർ ഈ സോർട്ടിങ്ങും അതിനൊക്കെ സെപ്പറേറ്റ് മോഡൊക്കെ ഇട്ടാണ് അവർ കളിക്കുന്നത്. ഞാനങ്ങനെ മോഡൊന്നും ഇടാറില്ല. ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡ് എടുക്കണം. അപ്പോൾ നൈറ്റാണ് കുഴപ്പം, ഡൗട്ടാണ്. ഇവിടെ ഗ്ലാസ് നമുക്കിനി കുറച്ച് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് പോണത്. ഇതേ അതാണ് സ്ഥലം. ഇവിടെ ഡ്രൗണ് തന്നെ അടിക്കുമെന്ന് എൻ്റെ ഒരു പേടി നോക്കൂ. അവിടെ കല്ലുണ്ടായിരുന്നില്ലേ? ഇതാണ് എൻ്റെ കോർഡിനേറ്റ്സ്. ഇല്ലെങ്കിൽ ഇത് വരാൻ പറ്റൂല തിരിച്ച്, അതാണ് പ്രശ്നം. ഗോലെണ്ണ സുഖം തന്നെ. നമുക്ക് അങ്ങോട്ടൊന്ന് കറങ്ങാൻ പോകണം. ഒരു ബോട്ട് ഉണ്ടാക്കണം. കാര്യം കഴിഞ്ഞ എൻ്റെ ബോട്ട് അവിടെ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിലെടുത്ത് ചുമ്മാ വീട്ടിൽ കയറുക. ക്രാഫ്റ്റിംഗ് ടേബിൾ വീട്ടിലിരിക്കണ ഓർമ്മ ചുമ്മാ കയറുക തന്നെയാണ്. മൈൻഡാക്കണ്ട. എനിക്ക് ആ കാർട്ട് പേപ്പറിന് എങ്ങനെ ഉണ്ടാക്കുന്നു? എനിക്കതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ മാപ്പിൽ നമ്മൾ ഈ സ്ഥലം ഒന്ന് വരച്ച് വെച്ചിരുന്നെങ്കിൽ നമുക്ക് മറ്റേ കോമ്പസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിൽ കോമ്പസ് വർക്കാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്പോണിൽ നിന്ന് കുറച്ച് ദൂരെ ഇങ്ങോട്ട് വന്നു, അതാണ് പ്രശ്നം. സീഡ് ഞാൻ അടുത്ത വീഡിയോ തരുന്നതായിരിക്കും. കാര്യം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇതിൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് സീഡ് ഞാൻ അടുത്ത വീഡിയോ തരുന്നതായിരിക്കും. കോർഡിനേറ്റ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. നിങ്ങൾ ആ സീഡ് കയറിയിട്ട് ഈ കോർഡിനേറ്റ്സ് വർക്കിങ് വന്നാൽ മതി. നിങ്ങൾക്ക് ഈ വില്ലേജ് ഇവിടെ തന്നെ കാണും. ബെഡ് റോക്കാർ സൂക്ഷിക്കുക. കാര്യം ബെഡ് റോക്കിൽ ഇതെവിടെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അതാണ് പ്രശ്നം. ബെഡ് റോക്കിൽ ചില സീഡൊന്നും വർക്കാവില്ല. അതേപോലെ നല്ല നല്ല സീഡ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ ഞാൻ ഒന്ന് പറയാം. നൈറ്റായി ഞാൻ കുറച്ച് കറങ്ങാൻ ഇറങ്ങിയതാണ്. കുറച്ച് ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കറങ്ങാൻ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നൈറ്റ്. ഞാൻ പ്ലാൻസ് എനിക്ക് ഇതാണ്. പിന്നെ പുതിയ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇതാണ് പ്രഷർ പ്ലേറ്റ്. ഇത് വീട്ടിൻ്റെ അകത്ത് മാത്രം ഇടുക, പുറത്തിടരുത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ചവിട്ടുമ്പോൾ നമുക്ക് ആ ഡോറ് തുറന്നു വരും. വെളി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മോബ് വരുമ്പോൾ തന്നെ അത് തുറക്കും. സോ വെളി ഇടരുത്. അകത്തുനിന്ന് ഇതേപോലെ വെളിപ്പ് ഇരിക്കും.
വെളിയിട്ട് കഴിഞ്ഞാൽ സോംബിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നടിക്കും. നോ സേഫ്റ്റി. നമുക്കിവിടെ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ ബെഡും കൂടെ കൊണ്ടുപോകാം. നമുക്ക് കുറച്ച് അയണും കൂടെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിലൊരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൽ എനിക്കിപ്പോൾ ടൈമില്ല. ഞാൻ നല്ല കുന്നിൻ്റെ മണ്ടയിലാണ്. അപ്പം മൈൻ ചെയ്യാൻ നേരത്ത് നല്ല കഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. എനിക്ക് വേറൊരു ടൈപ്പ് മരം വേണം. അതിനാണ് ഞാൻ ഈ കിടന്ന് കറങ്ങുന്നത്. എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ പോവായിരുന്നു. ഞാൻ ഇപ്പം ഒരു ഡാർക്ക് ഓക്കെങ്കിൽ ഡാർക്ക് ഓക്ക് അതായാലും മതി. മഞ്ഞ് സ്പ്രൂസ് കിട്ടി. ഇനി ഞാൻ ഇത് എടുത്തുകൊണ്ട് വീട്ടിൽ പോട്ടെ. അയ്യോ, കുറേ നേരം ഇട്ട് കിടന്ന് കറങ്ങുന്നു. ഒന്നെങ്കിലും കിട്ടിയല്ലോ. ഇത് തന്നെ ഫൈൻ. ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഞാൻ വീട്ടിലെത്തി. സ്പ്രൂസ് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. ഇപ്പം എനിക്കുള്ള വുഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പ്രൂസും ഓക്കും മാത്രമാണ്. പിന്നെ ബ്രിഡ്ജും ഉണ്ട്. ബ്രിഡ്ജ് വിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വുഡെന്ന് പറഞ്ഞാൽ ഈ അക്കേഷ്യയാണ്. എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കുറേ ആൾക്കാർക്ക് അക്കേഷ്യ ഇഷ്ടമല്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അക്കേഷ്യയാണ് ഇഷ്ടം. അതിൻ്റെ ഒരു കളർ വേരിയൻറ്റും നമുക്ക് ആ ബിൽഡിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഒരു യുണീക്ക് ടച്ച് കിട്ടും. അതുകൊണ്ട് എനിക്കതാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. സോ ഇനി നമുക്ക് ആ ഓഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പിള്ളേർ ഞാൻ വയ്ക്കാം. ഇപ്പം എൻ്റെ വുഡില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് വല്ലതും വയ്ക്കാൻ നോക്കാം. നമുക്കിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ശബ്ദം കേൾക്കണമെങ്കിൽ ക്ഷമിക്കുക. അത് ഇടി മിന്നലൊക്കെയാണ്. എന്നിട്ടാണ് ഞാൻ റിസ്ക് വെച്ച് കളിക്കുന്നത്. സോ ഞാനതൊരു ലൈക്ക് ചെയ്യാൻ തോന്നി. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വെറൈറ്റി കണ്ടൻറ്റിന് വേണ്ടി എനിക്ക് കമൻറ്റ് ചെയ്യുക. നല്ല വെറൈറ്റി കണ്ടൻറ്റൊക്കെ തന്നെ അതെന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇടിയും കിട്ടുന്നു. എനിക്ക് സമയമില്ല. അതാണ് പ്രശ്നം. ഞാൻ അതുവരെ പോയിട്ടങ്ങ് വരാം. അവിടെ എന്തെങ്കിലും കാണാമായിരിക്കും. ഇവിടെയല്ലേ സാധനം? ഇതിനകത്ത് ചെസ്റ്റിൽ മൊത്തം ചപ്പും ചവറുമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതിൻ്റെ മറ്റേ ബ്രഷും കൊണ്ട് വന്നാലേ ഇവിടെ കുറേ ലൂട്ടൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ട്രൈഡൻറ്റ് എവിടുന്ന്? ട്രൈഡൻറ്റ് പഠിക്കോ? ആർമറൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ കളിക്കാൻ പറ്റില്ല. ദേ ഇരിക്കുന്നു ട്രൈഡൻറ്റ്. ആർമറൊന്നും ഇല്ലാതെ ഈ ട്രൈഡൻറ്റ് കൊണ്ടുതന്നെ ഒറ്റ ഷോട്ടിന് വേണ്ടി എന്തോന്നത്? ട്രൈഡൻറ്റില്ല, ഒറ്റ ഷോട്ടിന് വേണ്ടിയാവും. അതുകൊണ്ട് ഇത്തിരി സീനാണ് അവൻ. നിങ്ങൾക്ക് ബെഡ് റോക്ക് ആണെങ്കിൽ ഈ ട്രൈഡൻറ്റ് ചുമ്മാ അവനെ കൊന്നാൽ കിട്ടും. പക്ഷെ ജാവ അങ്ങനെയില്ല, നല്ല പാടാണ്. മണ്ടേ കയറാനും പറ്റുന്നില്ല. കയറങ്ങോട്ട്. അവൻ്റെ ഒരു അമ്പ് മതി, ഞാൻ തീരും. വൈദ്യുതി ഞാൻ കുറേ പേരുടെ ചോദിച്ചവർ പറഞ്ഞു 5 ലൈഫൊക്കെ ഇത്തിരി ഓവർ അടിക്കുന്നു. സോ ഞാൻ അത് വെട്ടിക്കുറിച്ചു. ഇനി എനിക്ക് 2 ലൈഫ് മാത്രമേ ബാക്കിയുള്ളൂ. 5 ലൈഫൊക്കെ ന്യൂബിൻ്റെ കളി. നമ്മളൊക്കെ പ്രോയാണ്. സോ കുറച്ചും കൂടെ പോകുമ്പോൾ അറിയാം. നെതറിലൊക്കെ ഒന്ന് കയറട്ടെ. സ്വന്തമായിട്ട് നോക്കുക എന്നെ കഴിഞ്ഞുള്ളൂ. അതാണ് ഞാൻ 2 ലൈഫേ ഉള്ളൂ. 2 പ്രാവശ്യം ചത്തു കഴിഞ്ഞാൽ കളി തീർന്ന്. നിങ്ങൾ എൻ്റെ XP നോക്കിയത് മനസ്സിലാവും. ഞാൻ ഇതുവരെ എൻചാൻറ്റൊന്നും ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താടാ ചാവ നിൽക്കുന്നത്? എന്താടാ ബ്രേക്കപ്പായ? എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടറിൻ്റെ അടുത്ത് പോകണോ? ഞാനാണ് ഡോക്ടർ, ആദ്യം ഡോക്ടർ. അതൊരു സെൽഫി എടുക്കുക. സ്മൈൽ പ്ലീസ്. ചീസ്. എന്താ ഫോട്ടോ എടുക്കട്ടെ? അവന്താ അനങ്ങത്തെ? ഞാൻ പോന്നു. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ പോകും. ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് ഒന്നും കൂടെ ഞാൻ അവിടെ പോണേക്കാട്ടി ഇനി കുറച്ച് അയൺ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് വിചാരിച്ചത്. ഞാൻ അയൺ കണ്ടുപിടിക്കാൻ പോണ കുറച്ച് സ്പീഡ് ഇട്ടേക്കാൻ. കാര്യം എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ അവിടെ ചുമ്മാ കിടന്ന് കറങ്ങിയതേ ഉള്ളൂ. ഒന്നും കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ അയൺ മാത്രമല്ല ഒരു ഷിപ്രൊക്കെ കൂടെ ഉണ്ടാകാൻ തപ്പിയാണ് പോയത്. പക്ഷേ എനിക്ക് ഷിപ്രൊക്കെ കിട്ടി. ഞാൻ അയൺ തപ്പിപ്പോയിട്ട് എനിക്ക് ഒരു അയൺ പോലും കിട്ടിയില്ല. എനിക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ കുറേ കിടന്ന് തപ്പിയതാണ്. ഇത് 2x-ലാണ് ഇട്ടിരിക്കുന്നത്. സോ നല്ല സ്പീഡിലായിരിക്കും പോകണം. ഞാൻ ശബ്ദം 2x ഇട്ടില്ല. ഈ ശബ്ദം മാത്രം ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ്.
2x അതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണും, അതുകൊണ്ട് ക്ഷമിക്കുക. ഇവിടെ ഞാനൊരു മറ്റേ സ്പൈഡർ ചോക്കിയൊക്കെ ഉണ്ട്, ആ ഡീസ്പോൺ വൈപ്പ്, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് നോക്കുന്നത്. പിന്നെ ഞാൻ താഴെ ഇറങ്ങി കുറേ ഡാമേജ് അടിച്ച് ഇവിടെ നിന്നപ്പോൾ ഇരിക്കുന്ന ഷിപ്രക്ക്. അത് ഞാൻ ഷിപ്രക്ക് കണ്ട് അങ്ങോട്ട് നേരെ പോകുന്നു. ഇതേ നിങ്ങൾക്ക് കാണാമോന്ന് അറിഞ്ഞുകൂടാ, ഇതേ ആ സൈഡിൽ ഇരിപ്പുണ്ട്. പക്ഷെ അവിടെ പോകുന്നത് റിസ്ക്കാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഡ്രൗൺ ആ ട്രൈഡൻറ്റ് അവൻ ഇവിടെ മാത്രമേ സ്പോണാവാൻ കിട്ടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. എൻ്റെ ബോട്ട് കൊടുത്തുകൊണ്ട് ഇനി അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. എൻ്റെ ലൈഫൊന്ന് കൂട്ടിക്കോട്ടെ. ഫുഡുണ്ട്. ഞാൻ ഇനി കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കായിരിക്കും. നിങ്ങൾക്ക് പുതിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ബിഗിനറാണെങ്കിൽ മാത്രം, ബാക്കിയുള്ളവരൊന്നും കയറി കമൻറ്റ് ബോക്സിൽ പൊങ്കാലയൊന്നും ഇടല്ലേ. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടി ഡോറ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് ബെഡ് റോക്കിൽ ചെന്ന് അത് വയ്ക്കരുത്. ബെഡ് റോക്കിൽ അതില്ല. ബെഡ് റോക്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാകത്തേ ഉള്ളൂ. ജാവിന് മാത്രമുള്ള സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ നേരെ ചെന്ന ഒരു അവിടെ നിന്ന് കുറേ എനിക്ക് ഷിപ്രക്ക് ഒരു ട്രഷർ മാപ്പും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അത്രയും നല്ലത്. അതായിരിക്കുന്നു ഷിപ്രക്ക്. ഇവിടെ ബോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ദേ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. വെള്ളത്തിലോട്ട് എടുക്കാറ് ഇതിനകത്തില്ല ജസ്റ്റ് അത് പൊട്ടി. നമുക്ക് ഈ ഡ്രൗണിനെ പേടിക്കണം. പിന്നെ ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്ന് എനിക്ക് പേടിക്കണം. നമുക്ക് 2 ലൈഫേ ഉള്ളൂ. ഒരു ലൈഫ് ചുമ്മാ ഇതെടുത്ത് മാത്രം കളയാൻ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് അയ്യണൻ്റെ മേളം കിട്ടണ അത്രയും കൊണ്ടുപോവാം. ലാപ്പിസ് ലുസൂയി അല്ലേ ഇത്? ലാപ്പിസ് ലുസൂയി. ഇപ്പം ചത്താനെ ഡ്രൗൺ. വാ കയറി വാടാ മോനെ. കുടുംബസമേതം അടിച്ച് കയറി വാ. നീ മാത്രമുള്ള എനിക്ക് നിന്നെയൊന്നും പേടിയില്ല, മറ്റേനാണ് പേടി. എന്നാൽ ശരിയാവില്ല, ഞങ്ങോട്ട് പോവാം. ടൈഡൻ്റെ ശബ്ദം ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നു. ഉറപ്പുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ ഡ്രൗണ് ബോട്ടടിച്ച് പൊട്ടിക്കുക, അതല്ലേ വിഷയം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കതാണ് ഒന്നുമില്ല പേടി. എനിക്ക് ട്രൈഡൻ്റ് കൊണ്ട് ചാവാനൊന്നും വയ്യ. ട്രൈഡൻ്റെ ശബ്ദവും ഞാൻ നല്ല വൃത്തിയാക്കി കേൾക്കണമുണ്ട്. കുറേ സ്ക്വിഡ് മാത്രം. ഈ സ്ക്വിഡിനെ കൊണ്ട് എന്തിനാണ് ഉപയോഗം എനിക്ക് ഇതുവരെ അറിഞ്ഞില്ല. കുറേ ഇങ്ക് സാക്ക് മാത്രം കിട്ടും. അടുത്ത് നിങ്ങൾക്ക് ബുക്ക് വിത്ത് ക്യുല്ലുണ്ടാക്കാൻ പറ്റും. അങ്ങനെയല്ലേ എൻ്റെ പേര്? അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇനി കുറച്ച് നേരം കൂടെ ഇട്ടിരുന്ന എൻ്റെ PC നിന്ന് കത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ. നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോ